ചലച്ചിത്ര സംവിധായകനും മുൻ ദേശീയ അവാർഡ് ജൂറി അംഗവുമായ പാമ്പള്ളി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സർ. അതായത് ഈ ഒരു വിഷയം നമുക്കറിയാം, ഈ അശ്ലീല സിനിമകളിലൂടെ അഭിനയിച്ച് ഈ പണം സമ്പാദിച്ചു എന്നുള്ളൊരു പരാതിയാണ് ശ്വേതാ മേനോനെതിരെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ AMMയുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഏക വനിത കൂടെയാണ് ശ്വേതാ മേനോൻ. ഈ ഒരു ഘട്ടത്തിലാണ് ശ്വേതയ്ക്കെതിരെ ഒരു പരാതി വരുന്നത്. നമുക്കറിയാം, ഈ കേസ് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു ബൈലോയൊക്കെ ഉണ്ടല്ലോ. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം ശ്വേത ചേച്ചിയെ പോലെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെതിരെ ഇങ്ങനൊരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത പറ്റി ഇങ്ങനൊരു കേസ് പോലും എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്വേത ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ അതാത് ക്യാരക്ടേഴ്സ് സിനിമയ്ക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2009 പാലേരി മാണിക്യത്തില് അവർക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി. പിന്നെ 2011 സാട്ടൻ പെപ്പറില് നല്ല പ്രകടനത്തിന് അവർക്കുള്ള അവാർഡ്. അതിന് പുറമെ ഫിലിം ഫെയർ അവാർഡ്, സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡ്, ഏഷ്യനെറ്റ് ഡിഫറെന്റ് അവാർഡുകൾ ഒക്കെ ഇത്രയൊക്കെ കരസ്ഥമാക്കിയ ഒരു അഭിനേത്രിയെ വളരെ മോശമായ രീതിയിൽ താഴടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഒരു കേസുമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ തീർച്ചയായും ഈ പാലേരി മാണിക്യമായിക്കോട്ടെ, അല്ലെങ്കിൽ രതിനിർവേദമായിക്കോട്ടെ, അതുപോലെ തന്നെ കളിമണ്ണ് ആയിക്കോട്ടെ, ഈ 3 സിനിമകളിലും അശ്ലീലം എന്ന് പറഞ്ഞു വെക്കാൻ പാകത്തിന് എന്താണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഇതൊക്കെയും ഈ കേരള സമൂഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കളിമണ്ണ് എന്ന് പറയുന്ന ചിത്രം ഒരു സ്ത്രീ പ്രസവിക്കുന്നതും അമ്മയാകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെയധികം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ആ സിനിമകൾ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട്. അതൊന്നും കാണാതെയാണോ ഈ പരാതിക്കാരൻ ഇത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കഥയിലൂടെ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ, ഒരു എഴുത്തുകാരൻ സമൂഹത്തോട് പ്രതിഫലിപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും അതിന്റെ അർത്ഥതലം എന്താണെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ തന്നെയാണ് ഈ പരാമർശവും ഈ കേസും ഒക്കെ കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കളിമണ്ണ് പോലുള്ള ഒരു സിനിമയ്ക്ക് ആ ചേച്ചി കാണിച്ച, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആക്ട്രസ് കാണിച്ച ആ ഒരു ധൈര്യം, ഒരു അമ്മയാവുന്ന ഒരു സ്ത്രീത്വത്തിന്റെ ഏറ്റവും എന്താ പറയാ ഏറ്റവും ശക്തമായ ഒരു അവസ്ഥയാണ് അമ്മയാവുക എന്നുള്ളത്. അപ്പൊ ആ ഒരു അവസ്ഥയെ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ കലാലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു അമ്മയാണ് ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ബഹുമാനം തോന്നി. കാരണം അങ്ങനെ ഒരു തീരുമാനമെടുത്ത ബ്ലെസ്സി സാർ എന്ന് പറയുന്നത് ആ ഒരു തീരുമാനം വളരെ ധൈര്യപൂർവ്വം അദ്ദേഹം എടുത്തു. ആ ധൈര്യത്തോടു കൂടി കലാകാരി എന്ന നിലയിൽ ശരിക്കും അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ആ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറോടും ആ സിനിമയുടെ സംവിധായകനായ ബ്ലെസ്സി സാറിനോടും അതിന് പരിപൂർണ പിന്തുണ തന്ന ശരിക്കൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ ഒരു സിനിമയാണ് കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ ഇപ്പം രതിനിർവേദം എന്ന് പറയുന്ന സിനിമയിലെ അശ്ലീലം എന്ന് പറയുന്നത് ആ സിനിമയുടെ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അശ്ലീലമാണ്. അല്ലാണ്ട് എനിക്ക് തോന്നി ഇപ്പോഴും അതിലും ഭീകരമായ പല അശ്ലീലങ്ങളും ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഈ ശ്വേത ചേച്ചിയോ അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ സിനിമയിൽ കാണിക്കുന്നതിന്റെ 10 ഇരട്ടിയാണ് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ തന്നെ ആ ഇൻസ്റ്റാഗ്രാമിലുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും കേസ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എത്ര പ്ലാറ്റ്ഫോമുകളിൽ എന്തൊക്കെയാണ് ഓരോ ആളുകൾ തപസ്സുകൾ കാണിക്കുന്നത്, എന്നാൽ തന്നെ അവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കണ്ടേ? സിനിമ സംവിധാനം ചെയ്ത ബ്ലെസ്സി സാറിന് എതിരെ കേസ് കൊടുക്കണ്ടേ? ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? എന്തുകൊണ്ട് ശ്വേത മാത്രം ടാർഗറ്റ് ചെയ്തു? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനം എന്താണെന്ന്. തികച്ചും ബാലിശമായ ഒരു കേസും ബാലിശമായ ഒരു പ്രസ്താവനയുമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ.
അതുപോലെ തന്നെ നമുക്കറിയാം ഈ സെൻസർ ബോർഡ് പല ഘട്ടങ്ങളിലായി സിനിമയ്ക്ക് മേൽ കൈകടത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എമ്പുരാൻ സിനിമയാകട്ടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ JSK എന്ന സിനിമ ആയിക്കോട്ടെ, അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കൈകടത്തലായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു കേസ് വരുന്നത്. അതായത് നമുക്കറിയാം ഈ സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് വർഷങ്ങൾ കുറച്ച് അധികമായി. അപ്പോഴാണ് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ശ്വേത ഈ ഒരു AMMയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. ഈ സംവിധായകരെ സംബന്ധിച്ചായിക്കോട്ടെ, നടന്മാർ അല്ലെങ്കിൽ നടിമാർ ഇവരെയൊക്കെ സംബന്ധിച്ചായിക്കോട്ടെ, ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം കൂടെയല്ലേ? ഇത്തരം ചിത്രങ്ങൾ വന്നാൽ ഇനിയിപ്പോൾ ഉള്ള നടന്മാർ അല്ലെങ്കിൽ നടിമാർ ഒന്ന് ആലോചിക്കില്ല ഈ ഒരു ചിത്രം ചെയ്യേണ്ടതായി ഉണ്ടോ എന്നുള്ളൊരു സാഹചര്യത്തെ പറ്റി? വാസ്തവത്തില് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വലിയൊരു ഘടകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കലാകാരൻ, അതിപ്പോ എഴുത്തുകാരനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അഭിനേതാവായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രകലകൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കലാകാരനായിക്കോട്ടെ, ആരായാലും അവർ ഒരു സമൂഹത്തിന്റെ പരിജ്ഞാനം അല്ലെങ്കിൽ സമൂഹത്തിനോട് പറയാനുള്ള ഒരു ആശയമാണ് അദ്ദേഹത്തിന്റെ ഒരു സൃഷ്ടിയിലൂടെ കലാകാരനായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോഴേ അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഉദ്ദേശശുദ്ധിയോ ഉണ്ടെന്നായിരിക്കില്ല. അത് സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ജീവിത അനുഭവത്തെ അതേപോലെ പറിച്ചു നടാനും അല്ലെങ്കിൽ അതുപോലെ സ്ക്രീനിൽ അവതരിപ്പിക്കാനാണ് ഒരു കലാകാരൻ ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്കില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ഇതിനെ പ്രകടിപ്പിക്കും? ഇപ്പൊ എഴുതുമ്പോൾ അതൊരു കലാകാരന്റെ ഉള്ളിൽ നിന്നും വന്ന് ഞാനൊരു എഴുത്തുകാരനായതും കൂടി എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരു കഥയുടെ ഒരു ചെറിയൊരു ബീജം നമ്മുടെ മനസ്സിൽ ഉത്ഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പുതിയ കഥയായിട്ട് നമ്മൾ എഴുതി കഴിയുന്നത് വരെ നമ്മളും മനസ്സിലുണ്ടാവുന്ന ഒരു വിങ്ങലുണ്ട്. അതൊരിക്കലും പിന്നെ അതിനൊരു അതിർവരം വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു നല്ല ഒരു സൃഷ്ടിയിൽ അതിനെ പുറത്തിറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അത് ഏത് രീതിയിലുള്ള കടന്ന കയറ്റങ്ങളാണെങ്കിൽ കൂടി ആ കടന്ന കയറ്റങ്ങളെ ശരിക്കു പറഞ്ഞാൽ കലാകാരന്റെ സൃഷ്ടിയെ അല്ലെങ്കിൽ കലാകാരനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ഏത് രീതിയിലുള്ള കലാകാരന് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന്റെ കലാസൃഷ്ടി അനുഭവിച്ചാണോ അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച അനുഭവങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാണോ അതിലൂടെ ഒരു ആശയം പറയാനോ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവും. അപ്പൊ അതിനുള്ള പൂർണ്ണമായ ആവിഷ്കാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കിട്ടിയേ പറ്റുള്ളൂ. അത് എഴുത്തുകാരനായാലും ആരായാലും. അപ്പൊ നമുക്കറിയാം ഒരുപാട് കലാകാരന്മാർ ഈ രീതിയിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിമർശനങ്ങളായിട്ടും പരാമർശങ്ങളായിട്ടും കേസുകളായിട്ടും എന്താ പറയാ മാറ്റി നിർത്തപ്പെടുന്ന പരിപാടികളായിട്ടും ഒക്കെ പല കലാകാരന്മാരും പല രീതിയിലും ഇത്തരം സാധനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് മാനസികമായിട്ട് പോലും എനിക്ക് ആ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തില് ആരും കടന്നു കയറരുത്. അത് സ്വന്തമായിട്ട് നിൽക്കുന്ന ബന്ധുക്കളാണെങ്കിൽ പോലും ഒരു കലാകാരൻ എഴുതാൻ അയാളെ ശല്യം ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു സ്വന്തം സഹോദരനോ സഹോദരിയോ ഭാര്യയോ മക്കളോ ആരാണെങ്കിലും ആ വ്യക്തി ഒരു കലാസൃഷ്ടിയുമായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ആ കലാസൃഷ്ടി പൂർത്തീകരിക്കാൻ അനുവദിക്കണം. എങ്കിൽ മാത്രമേ അയാളുടെ ഉള്ളിൽ നിന്ന് നല്ലൊരു ആവിഷ്കാരം പുറത്തു വരുള്ളൂ. അത് നാളെ സമൂഹത്തിനും ലോകത്തിനും ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരാളുടെ കടന്നുകയറ്റത്തിനും സ്ഥാനമില്ല, അല്ലെങ്കിൽ ഒരാളുടെ കടന്നുകയറ്റവും അനുവദിക്കരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ ഒരു പാലേരി മാണിക്യം, അതുപോലെ തന്നെ രതിനിർവേദം, പിന്നെ കളിമണ്ണ്, ഈ ചിത്രങ്ങളൊക്കെ അശ്ലീല ചിത്രങ്ങളാണെന്നാണ് ഈ ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അശ്ലീല ചിത്രങ്ങളിൽ ഈ പണത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ശ്വേതാ മേനോനെതിരെ ഈ ഒരു പരാതിക്കാരൻ, ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന പരാതിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ 3 ചിത്രങ്ങൾ ഒരു അശ്ലീല ചിത്രങ്ങളാകുന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പോൾ പൊതുസമൂഹം ആകെ ചർച്ച ചെയ്യുന്നൊരു കാര്യവും ഒരു പക്ഷേ ഇത് തന്നെയാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ അശ്ലീല ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റി വെക്കുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത്രയും സോഷ്യൽ മീഡിയ വരുമ്പോൾ അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ എല്ലാ സോഷ്യൽ മീഡിയയും നിരോധിക്കണം. ഈ പറഞ്ഞ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കലയുടെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായിട്ട് ഇപ്പോഴും പിന്നെ സെക്സായാലും
പിന്നെ ജീവിതമായാലും എല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അതിനെ ഏറ്റവും മനോഹരമായിട്ട് vulgar-അല്ലാത്ത രീതിയിൽ ആസ്വാദന രീതിയും കലയും മിക്സ് ചെയ്തിട്ടാണ് ഇത്തരം സിനിമകൾ. ഇപ്പൊ ഐവിശേഷി സാറിന്റെ അങ്ങനെയാണെങ്കിൽ അവളുടെ രാവുകളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ശേഷൻ അറസ്റ്റ് ചെയ്യണ്ടേ? ഐവിശേഷി സാറിന്റെ ഗീത എന്ന് പറഞ്ഞ സിനിമ 1978 ഇറങ്ങിയ സിനിമ എനിക്ക് ഓർക്കുന്നുണ്ട്. ഞാൻ ഇന്നും ആ സിനിമയുടെ കാണാനുള്ള ഒരു അവസരം കിട്ടി ഞാൻ ഇരുന്ന് കാണുന്ന ഒരാളാണ്. ഗീതയിൽ അഭിനയിച്ച കൃഷ്ണചന്ദ്രനും അങ്ങനെയുള്ള ആളുകളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും എന്നാലും ഈ ഗണത്തിൽ പിന്നെ അശ്ലീല ചിത്രം എന്ന് പറയണ്ടേ. ഐവിശേഷി സാറിന്റെ 1976 ചെയ്ത അനുഭവം, 1983 ചെയ്ത രചന എന്ന് പറഞ്ഞ സിനിമ, ഇതൊക്കെ ഐവിശേഷി സാറിന്റെ ക്ലാസിക് മൂവികളാണ്. ലോകം മുഴുവൻ കണ്ട സിനിമയാണ്. പത്മരാജൻ സാറിന്റെ യതിനിർവേദം എത്ര മനോഹരമായിട്ട് അദ്ദേഹം 1978 ഇറങ്ങിയ സിനിമയാണത്. എത്ര മനോഹരമായിട്ടാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, തൂവാനത്തുള്ളികളെ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഭരതൻ, പിന്നെ പത്മരാജൻ, ഐവിശേഷി സാർ പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ മുഴുവൻ ജയിലിന്റെ ഉള്ളിൽ കിടക്കേണ്ട സമയം അതിക്രമിക്കുന്നു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനമാണ്? എനിക്കിത് എപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കൂടി പറ്റില്ലല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സീരീസ് പിന്നെ ഉന്നയിച്ചതിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ മലയാള സിനിമകളുടെ മാത്രം കണക്കുകൾ എടുത്താൽ നമുക്ക് ഒരു ഒത്തിരി സിനിമകൾ ഇതുപോലെ പറയാനുണ്ടാവും. ഇന്ത്യയിൽ മുഴുവൻ ഇപ്പൊ ഞാൻ ദേശീയ അവാർഡിന്റെ ജൂറി ആയിട്ട് ഞാൻ എനിക്ക് ആ സ്ഥാനം അലങ്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കണ്ട സിനിമകളിൽ ഒരുപാട് 100-300 സിനിമകൾ കണ്ടെത്തി. ആ സിനിമകളിലൊക്കെ ഇതുപോലെ ഒരുപാട് അംശങ്ങളിൽ ജീവിതഗന്ധിയായിട്ട് സിനിമയുടെ കഥാപാത്രവും സന്ദർഭവുമായിട്ട് യോജിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. എന്നാൽ ആ സിനിമയൊക്കെ അഭിനയിച്ചവരെയും ആ സിനിമയൊക്കെ എഴുതിയവരെയും ആ സിനിമയൊക്കെ ഡയറക്ട് ചെയ്തവരൊക്കെ ജയിലിലിടേണ്ട സമയം അതിക്രമിച്ചില്ല. എന്തിന്റെ അടിസ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് ഇതെന്നാണ് എന്റെ അഭിപ്രായം. പാമ്പള്ളി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ചലച്ചിത്ര സംവിധായകനും മുൻ ദേശീയ അവാർഡ് ജൂറി അംഗവുമായ പാമ്പള്ളിയാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.